നമസ്കാരം. ഇറാനുമായുള്ള സംഘർഷം വീണ്ടും ലോകരാഷ്ട്രീയത്തിന്റെ നാഡിയെ ഞെരിക്കുമ്പോൾ അതിൽ നിർണായകമായ വഴിത്തിരിവ് സൂചിപ്പിക്കുന്ന പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഏറെ ആശങ്കയും അനിശ്ചിതത്വവും നിറഞ്ഞ യുദ്ധ സാഹചര്യത്തിനിടയിൽ US ഇനി ദീർഘകാല സൈനിക ഇടപെടലിലേക്ക് പോകില്ല എന്ന ശക്തമായ സൂചനയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇറാനിലെ തങ്ങളുടെ നിർദ്ദിഷ്ട സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സേന പിന്മാറുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനുമായുള്ള ഔദ്യോഗിക ഉടമ്പടികൾക്ക് കാത്തുനിൽക്കാതെ അധിനിവേശം ഉടൻ അവസാനിപ്പിക്കാനാണ് വൈറ്റ് ഹൌസ് ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തിന് സുരക്ഷയൊരുക്കാൻ ഇനി മറ്റു രാജ്യങ്ങൾ മുൻകൈ എടുക്കണമെന്നും അമേരിക്കയുടെ താൽപര്യങ്ങൾ മാത്രമാണ് തനിക്ക് പ്രധാനമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വരും ദിവസങ്ങൾ നിർണായകമാണെന്നും മറ്റു സഖ്യകക്ഷികൾക്ക് സ്വന്തം സുരക്ഷയ്ക്കായി പോരാടാൻ ശീലിക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. US-ന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക ചലനങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഓവൽ ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇറാനിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ഇറാൻ വിടുക എന്നത് മാത്രമാണ് തനിക്ക് ചെയ്യാനുള്ളത്. അത് അധികം വൈകാതെ ചെയ്യുമെന്നും അതോടെ ഇറാൻ തകർന്നടിയുമെന്നും പറഞ്ഞ ട്രംപ് US ദൗത്യം പൂർത്തിയാക്കുകയാണ് എന്നും അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും ട്രംപിനെ ഉദ്ധരിച്ച് AFP-യും റിപ്പോർട്ട് ചെയ്തു. മേഖലയിൽ നിന്നുള്ള US-ന്റെ പിന്മാറ്റം ഇറാനുമായി ഒരു കരാറിൽ എത്തുന്നതിനെ ആശ്രയിച്ചല്ല എന്ന കാര്യവും ട്രംപ് ഊന്നി പറഞ്ഞു. ഇറാൻ ട്രംപുമായി ഒരു കരാറിൽ ഏർപ്പെടേണ്ടതിന്റെ ആവശ്യമില്ല. US-ഉം ഇറാനും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടോ ഇല്ലയോ എന്നതിന് തൽക്കാലം പ്രസക്തിയില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ ആണവശേഷി ഗണ്യമായി കുറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാലുടൻ US പിന്മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ന്യൂയോർക്ക് പോസ്റ്റിനോട് സംസാരിക്കവെയും ട്രംപ് സമാനമായ നിലപാട് ആവർത്തിച്ചു. മാത്രമല്ല, ഇറാനെതിരെ US നിലവിൽ അതിശക്തമായ സൈനിക നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക അധികകാലം ഇറാനിൽ ഉണ്ടാവില്ല എന്നും US ഇപ്പോൾ ഇറാനെ പൂർണ്ണമായും തകർക്കുകയാണ്, അതൊരു സമ്പൂർണ്ണ നാശമായിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മേഖലയിൽ US-ന്റെ ഇടപെടൽ അധികകാലത്തിലേക്ക് ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിൽ US-ന് അധികകാലം തുടരേണ്ടി വരില്ല എന്നും നിലവിൽ അവരുടെ ശേഷിക്കുന്ന ആക്രമണ ശേഷിയെ ഇല്ലായ്മ ചെയ്യാനായി അമേരിക്കക്കാർക്ക് കുറച്ച് ജോലികൾ കൂടി അവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്നുമാണ് ട്രംപിന്റെ വാദം. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം എണ്ണക്ഷാമം നേരിടുന്ന രാജ്യങ്ങൾക്ക് ഒന്നുകിൽ എണ്ണ US-ൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ ധൈര്യം സംഭരിച്ച് ഹോർമൂസ് വഴി കപ്പലിറക്കുക എന്ന പോംവഴികൾ മാത്രമേ ഉള്ളൂ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇറാൻ അടച്ച ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള US അഭ്യർത്ഥനയെ സഹായിക്കാത്തതിന് UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ട്രംപ് വിമർശിക്കുകയും ചെയ്തു. സഹായിക്കാൻ അമേരിക്ക ഇനി മുന്നിട്ടിറങ്ങില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയ ട്രംപ് രാജ്യങ്ങൾ സ്വയം പോരാടാൻ പഠിക്കണമെന്ന് പറഞ്ഞു. അതിനിടെ പശ്ചിമേഷ്യയിൽ വരും ദിവസങ്ങൾ നിർണായകമായിരിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കരയാക്രമണം ഉൾപ്പെടെയുള്ള കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്ന് പറഞ്ഞ ഹെക്സത്ത് മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ US നേതൃത്വം നൽകുന്നതിനൊപ്പം മറ്റു രാജ്യങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നും ചൂണ്ടിക്കാട്ടി. US-ന്റെ പിന്മാറ്റം ഇറാന്റെ നിലപാടിനെയും മേഖലയിലുള്ള മറ്റു ശക്തികളുടെ നീക്കങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നതും ശ്രദ്ധേയമാണ്. സംഘർഷം ശമനത്തിലേക്കോ അല്ലെങ്കിൽ പുതിയ ശക്തി പ്രകടനങ്ങളിലേക്കോ നീങ്ങുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. യുദ്ധത്തിന്റെ തീക്കനൽ ഇപ്പോഴും കെടുത്തിയിട്ടില്ല എങ്കിലും അതിന്റെ ദിശയും ദൈർഘ്യവും മാറ്റാനിടയുള്ള ഈ പ്രഖ്യാപനം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇനി ചോദ്യം ഒരേ ഒന്നാണ്: ഇത് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയാണോ അതോ കൂടുതൽ അനിശ്ചിതത്വങ്ങൾക്ക് വാതിൽ തുറക്കുന്നതാണോ?